അപരോന്മുഖമായി ജീവിക്കുവാൻ യേശുക്രിസ്തു പഠിപ്പിച്ചു. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന കാലത്ത് വിദ്വേഷം, അപരനെ വെറുക്കുവാനും വിദ്വേഷിക്കുവാനും പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം, അതിന് മതത്തിന്റെയും ആത്മീയതയുടെയും പിൻബലം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറയുന്നതാണ് യഥാർത്ഥ മതം, യഥാർത്ഥ ആത്മീയത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യോന്മുഖമാകണം, പരിസ്ഥിതി കേന്ദ്രീകൃതമാകണം, പ്രകൃതിയെ കരുതുന്നതാവണം യഥാർത്ഥ മതവും ആത്മീയതയും. എൻ്റെ നിത്യേനയുള്ള ഭക്ഷണം എൻ്റെ അടിസ്ഥാന ഭൗതിക ആവശ്യമാണ്. എന്നാൽ എൻ്റെ അയൽക്കാരൻ്റെ നിത്യേനയുള്ള ഭക്ഷണം എൻ്റെ ആത്മീയതയാണ്, ആത്മീയ ആവശ്യമാണെന്ന് റഷ്യൻ ചിന്തകനായ ബർജായേവ് പറയുന്നത് അതുകൊണ്ടാണ് ഗാന്ധിജി പറയുന്നത് വിശക്കുന്നവന് മതം അപ്പത്തിന്റെ രൂപത്തിലാവണം എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു മതവും ആത്മീയതയും നമുക്ക് ആവശ്യമില്ല. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കുകയും അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് എല്ലാ മതങ്ങളും അതിന്റെ പ്രഭവത്തിൽ മുന്നോട്ട് വയ്ക്കുന്നതും നമ്മളത് തിരിച്ചു പിടിക്കേണ്ടത്.